പാകിസ്ഥാനിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അമേരിക്കയിൽ ചെന്ന് പതിക്കുന്ന ഒരു മിസൈൽ. അത്തരം ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്നു, അതിന്റെ പണിപ്പുരയിലാണ് എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രശാന്ത് സാർ, എത്രത്തോളം ശരിയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന ഈ റിപ്പോർട്ട്? അത്തരം ഒരു മിസൈൽ നിർമ്മിക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കരുത്ത് ഇന്ന് പാകിസ്ഥാനുണ്ടോ? ആ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ഉള്ള ഈ പറയുന്നത് പോലെയുള്ള ശക്തി പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. അപ്പം അത്തരത്തിൽ ഒരു മിസൈൽ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ അത്തരത്തിൽ കരുത്തുള്ള ഒരു രാജ്യത്തിന്റെ സഹായവും ഒക്കെ വേണം. അതിനിപ്പോ ചൈന സഹായിക്കേണ്ടി വരും. ചൈന സഹായിച്ചാൽ തന്നെ ഒരു 10-15 കൊല്ലം കൊണ്ട് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. ഇപ്പൊ ചൈന ഒരുപക്ഷെ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും അവർ പുറത്തു വിട്ടിട്ടുള്ള മിസൈലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2500 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങളായിട്ടും ശത്രു രാജ്യങ്ങളായിട്ടും കാണുന്നതിനകത്ത് പ്രധാനമായിട്ട് അവർ നോക്കുന്നത് പറഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉദാഹരണത്തിന് എടുത്താൽ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഒരു മിസൈൽ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ സൂപ്പർസോണിക് മിസൈൽ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ ഈ മിസൈലിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഇത് തൊടുത്താൽ അമേരിക്കയിൽ വാഷിങ്ടൺ വരെ എത്തുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എത്തുമോ, അത്തരത്തിൽ മിസൈലുകൾ ഉള്ള രാജ്യത്തെ അവർ ശത്രു രാജ്യമായിട്ട് അല്ലെങ്കിൽ അവരൊരു കരുതൽ വെക്കുന്ന രാജ്യമായിട്ട് കാണും. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ ശത്രുത അല്ലെങ്കിൽ അമേരിക്ക ശത്രുവായിട്ട് കാണാൻ സാധ്യതയുള്ള രാജ്യത്തിന്റെ പട്ടികയിൽ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ വരും. പാകിസ്ഥാൻ ഇപ്പം ഈ തീരുമാനം എടുക്കുന്നതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സിന്ധൂറിന് ശേഷം ഭയന്നിട്ടുണ്ട്. രണ്ടാമത് ഈ അമേരിക്ക കഴിഞ്ഞ ദിവസം B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ച വിഷയമൊക്കെയാണ് ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ ആഴത്തിൽ അല്ലെങ്കിൽ ഈ തീരുമാനം എടുപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് തന്നെ അഗ്നി 5 മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്ത് ഒബാമ ഇരുന്ന കാലത്ത് നമ്മൾ വികസിപ്പിച്ചെടുത്ത അഗ്നി 5 അത് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് 3500 കിലോമീറ്റർ അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ചൈനയുടെ പത്രങ്ങൾ ഉൾപ്പെടെ അല്ലെ ചൈനക്കാർ ഉൾപ്പെടെ പറഞ്ഞു അല്ലല്ല അതിന് 8000 കിലോമീറ്റർ ഉണ്ട്, അവർ കള്ളം പറയുകയാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അല്ല നമ്മുടെ അഗ്നി 5 ഈ പറയുന്ന പോലെ 5000 കിലോമീറ്റർ. അപ്പൊ നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അതിന് 8000 കാണും 9000 കാണും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറയാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ 9000 കിലോമീറ്റർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ചാൽ നമുക്ക് ഈ പറയുന്നത് പോലെ വീമ്പടിക്കുന്നതല്ലല്ലോ വിഷയം. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് വലിയ വലിപ്പത്തിലുള്ള രാജ്യം അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ട് സൗഹൃദത്തിൽ പോകണം, ആ രാജ്യമായിട്ട് ട്രേഡിംഗ് വേണം, ആ രാജ്യവുമായിട്ട് ട്രേഡിംഗ് ഉണ്ടായാലേ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലിരുന്നാൽ മതി, പൊണ്ണക്കാരി ഒന്നും പറയണ്ട. അഗ്നി 5 നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം അഗ്നി 6 എന്ന് പറയുന്ന മിസൈൽ നമ്മൾ വികസിപ്പിക്കും എന്ന് പറഞ്ഞാൽ അഗ്നി 6 വികസിപ്പിച്ചോ അതിനെപ്പറ്റി അറിയത്തില്ല. ആർക്കേലും അറിയാമോ അറിയത്തില്ല. വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10000 കിലോമീറ്റർ കാണും. പിന്നെ സൂര്യ മിസൈലിനെ പറ്റി ഏതാണ്ട് ഈ പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ വികസിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12000 കിലോമീറ്റർ 13000 കിലോമീറ്റർ വരും. അതിനെപ്പറ്റി നമ്മളന്ന് പറഞ്ഞേ ഉള്ളൂ, പിന്നെ നമ്മൾ മിണ്ടിയിട്ടില്ല. ഇതെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. കാരണം സിന്ധുവിന് ശേഷം ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. നമ്മൾക്ക് ഇപ്പൊ ഓരോ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ വെളിയിൽ പറയാൻ പറ്റുന്ന നമ്മൾക്ക് കുഴപ്പമില്ലാത്ത നമ്മുടെ രാജ്യത്തിനകത്ത് മറ്റു രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യം ശത്രുവാകാതെ വരുന്നതിന് വേണ്ടി നിൽക്കുന്ന രീതിയിലുള്ള മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പറയുന്നുണ്ട്. അതുപോലെ പറയാൻ സാധ്യതയില്ല. ഇത് നമ്മൾ ബുദ്ധിപരമായ നീക്കമാണ്. ഇപ്പം ഇത് ഇന്റലിജൻസ് റിപ്പോർട്ട് വെളിവന്നതോടുകൂടി അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കണമെങ്കിൽ ചൈനയെ പോലെയുള്ള രാജ്യത്തിന്റെ കൃത്യമായ ഒരു സഹായം അല്ലെങ്കിൽ ആ ടെക്നോളജിക്കൽ സഹായം മറ്റെല്ലാ രീതിയിലും ഉള്ള ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് ചൈന എത്രത്തോളം സഹായിക്കുമെന്നും എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ഇത്തരത്തിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു അറിയിപ്പ് കിട്ടിയതോടുകൂടി അമേരിക്ക ഈ പറയുന്ന പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് കണ്ട് അതിനുള്ള തീരുമാനം ഇപ്പം ഈ പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ്. നമ്മൾ ഈ അണുവായുധം പോലെ തന്നെ ഡേഞ്ചർ ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ പറയത്തില്ല ഉത്തര കൊറിയ എന്ന് പറയുന്ന ഒരു സാധനം,
അല്ലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഈ രാജ്യത്തിനൊക്കെ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്ന ഇവരുടെ തിട്ടൂരത്തിനപ്പുറം ഈ പോലെ മിസൈലുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ നിർമ്മിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ കിങ് ജോങ് ഹുങ് എന്ന് പറയുന്ന ആ വട്ടന്റെ ഇലാങ്കി അയാൾ പറയുന്ന 11,000 13,000 ഒക്കെ റേഞ്ചുള്ള 11,000 അല്ല 13,000 ഒക്കെ റേഞ്ചുള്ള സാധനം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനിവിടെ തൊടുത്ത് അങ്ങോട്ട് വെച്ചേക്കുക, നീ മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ പുറത്ത് കയറി അടിക്കും. അതുകൊണ്ടായി പണ്ട് നമ്മുടെ ട്രംപ് അവിടെ ചെന്നിട്ട് വഴിയിലൊക്കെ വെച്ചിട്ട് ഷേക്കാൻ്റെ ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ആണവായുധം ഉള്ള ആ രാജ്യത്തിന്, ആ പൊട്ടൻ രാജ്യത്തെ എന്നേ കയറി ഇവർ ആക്രമിച്ചാൽ അവൻ അടുത്ത സമയം ഈ സാധനം എടുത്തു വെച്ച് തൊടുക്കും. ഇപ്പൊ കണ്ടില്ലേ ഇറാന് അവസാനം ഞാനൊന്ന് വിട്ടോട്ടെ ചേട്ടാന്ന് പറഞ്ഞ് വിട്ടെന്നുള്ള കഥയും വരുന്നുണ്ട്. കാരണം ഞങ്ങളെ ഇത്രയും അടിച്ചില്ല, ഞങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളെ അടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഖത്തറിലേക്ക് ഒരു മിസൈൽ വിട്ടത് കൊണ്ട് കോംപ്രമൈസ് ആക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ഞങ്ങളുടെ നാട്ടുകാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇറാന്റെ നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾ തിരിച്ചടിച്ചതുകൊണ്ടാണ്, അമേരിക്കയെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് യുദ്ധം നിർത്തിയെന്നുള്ള രീതിയിൽ പറയണം, അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അതോ ഇനി അമേരിക്കയുടെ ബേസുകളെ ഇവർ ആക്രമിച്ചതാണോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അപ്പം ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും സംവിധാനങ്ങളും അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ആക്രമിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കിങ് ജോങ് ഹുങ്ങിന്റെ കയ്യിൽ അയാളുടെ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ കയറി അടിക്കാൻ അയാൾ ഒരു ഭ്രാന്തന്, അയാൾ 2 സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വിടും, അവന് നഷ്ടപ്പെടാനൊന്നുമില്ല, അമേരിക്കയ്ക്ക് അങ്ങനെ നഷ്ടപ്പെടാനും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ കണ്ടാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത്, നാളെ ഇപ്പൊ നമ്മുടെ തൊഴിലനുസരിച്ച് അടി മേടിക്കുന്ന തൊഴിലാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ ഇറാനെ വരെ അടിച്ചു, നാളെ കാലത്തെ നമുക്ക് വടി കിട്ടും. അപ്പൊ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കി വെച്ചേക്കാം. ഈ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വെളിയിൽ വന്നു. ഈ പറയുന്ന കഴിഞ്ഞ ദിവസമൊക്കെ മുനീറിനെ അവിടെ കൊണ്ട് ചായയും കാപ്പിയും അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തി കാര്യമൊക്കെ സംസാരിച്ച് വിട്ടതേ ഉള്ളൂ. ഈ സായിപ്പിന്റെ ഒരു തൊഴിൽ അറിയാലോ, പ്രത്യേകിച്ച് ഈ ഭ്രാന്തൻ ട്രംപിന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ചായയൊക്കെ മേടിച്ചു കൊടുക്കും, നാളെ ജോക്കിനെ കഴിക്കുകയും ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു സാധ്യത, അമേരിക്കൻ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും എവിടെ ചെന്നാലും നമ്മളൊരു പഴഞ്ചൊല്ല് പറയത്തില്ല, എവിടെ ചെന്നാലും പരാജയമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്താലോചിച്ചാലും എന്ത് തീരുമാനിച്ചാലും ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത കഴുതകളുടെ മതരാഷ്ട്രത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കയുടെ അവിടെ പോയി ആ കൊച്ചാടിനെ കെട്ടിപ്പിടിച്ച് ചൈനയുമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നാശമായിട്ടിരിക്കുകയാണ്. ആ അമേരിക്കയെ കെട്ടിപ്പിടിക്കാൻ പോയി ചൈനയും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധത്തിലെത്തി. ചൈന ഇപ്പൊ ശത്രു ആയിട്ട് അമേരിക്കയുടെ ഭാഗമായിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചൈന ശത്രുവായിട്ട് വരും. ചൈന ശത്രുവായിട്ട് വന്നാൽ ഇതുവരെ ഇരുന്ന സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. ഏതാണ്ട് ഒരു 10-30% ഈ പറയുന്ന ഫണ്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ ബഡ്ജറ്റിനകത്ത് കൊടുത്തുകൊണ്ടിരുന്ന രാജ്യമാണ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു തീരുമാനം, അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നാളെ കാലത്തെ വേണ്ടി വന്നാൽ ഇസ്രായേൽ നോക്കിയിരിക്കുന്നത് പോലെ, ഇസ്രായേൽ ഇറാനെ നോക്കിയിരുന്നത് പോലെ ഇസ്രായേൽ അടുത്ത നോക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനുള്ള അനുമതി ഒരു പക്ഷേ അമേരിക്ക കൊടുത്താൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്കൊരു പണിക്കും പോകണ്ട, ഈ ഇസ്രായേൽ കയറി ഒരു മേഞ്ഞാൽ ഇപ്പൊ 50 കൊല്ലം പുറകെ പോയ ഇറാന്റെ അവസ്ഥയിലേക്ക് അതുപോലെ ഇല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തീർന്നു. അതിനുള്ള പണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ട്രംപ് കൊച്ചാട്ടൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചായയൊക്കെ മേടിച്ചു കൊടുത്ത് കാര്യം ശരിയാ. ട്രംപിനും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ കുഴപ്പം വരുന്ന ഒരു വിഷയം വന്നാൽ അന്നേരം ഒരു ന്യായവുമില്ല. അവർക്കൊരു ന്യായം, ലോകത്തിനൊരു ന്യായം. അതാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇതുവരെയുള്ള ശൈലി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. യെസ്, എന്തായാലും പാകിസ്ഥാൻ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം തന്നെയാണ്. പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ആയിരിക്കുന്ന അസീം മുനീറിനെ ട്രംപ് സ്വീകരിച്ചതും വിരുന്നൊരുക്കിയതും ഒക്കെ വൈറ്റ് ഹൗസിൽ. അതിനുശേഷം ഇതാ അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം തന്നെ പുറത്തുവിടുന്നു, പാകിസ്ഥാൻ അടങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്, പാകിസ്ഥാൻ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണത്തിലാണ് എന്നുള്ളത്. ഇതും പാകിസ്ഥാനോട് ഒരു ശത്രു രാജ്യം എന്ന രീതിയിൽ കാണുന്ന ഇന്ത്യയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു വിരോധം വരാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.